പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സിംപ്ലിഫൈ റൂട്ട് 112 മൈനസ് റൂട്ട് 80 ഡിവൈഡഡ് ബൈ റൂട്ട് 20 മൈനസ് റൂട്ട് 28. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ റൂട്ട് 112 എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ 112ൻ്റെ റൂട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനൊരു പെർഫെക്റ്റ് റൂട്ടില്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുന്നു. 2 കൊണ്ട് ചെയ്യാം. 5 2s are 10, 6 2s are 12, again 2, 28, again 2, 14, 2, 7. ഇപ്പോൾ ഇവിടെ പെയറായിട്ട് വരുന്നതിൽ നിന്ന് ഓരോന്ന് നമ്മൾ വെളിയിലെടുക്കും. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2. അതായത് ഒരു പെയറിൽ നിന്ന് ഓരോന്ന് നമ്മൾ വെളിയിലെടുക്കും. അപ്പോൾ ഇവിടെ ഈ 2 2വിൽ നിന്നൊന്ന് വെളിയിലെടുത്തു, ഈ 2 2വിൽ നിന്നൊന്ന് വെളിയിലെടുത്തു. 7 ഇവിടെ പെയറില്ല. അപ്പോൾ പെയർ ഇല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യും, റൂട്ടിനകത്ത് എഴുതും. അപ്പോൾ ഇത് 2 × 2 4 റൂട്ട് 7 എന്ന് വരും. അപ്പോൾ ഇവിടെ 112നെ നമുക്ക് എന്തെഴുതാം, 4 റൂട്ട് 7 എന്ന് എഴുതാം. മൈനസ് ഇനി 80യെ നമുക്ക് എങ്ങനെ എഴുതാം, 80യെ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത് നോക്കണം. 2 കൊണ്ട് ചെയ്താൽ 40, എഗെയിൻ 2 കൊണ്ട് ചെയ്താൽ 20, 2 കൊണ്ട് ചെയ്താൽ 10, എഗെയിൻ 2 കൊണ്ട് ചെയ്താൽ 5. അപ്പോൾ ഇവിടെ നിന്നും പെയറിൽ നിന്നൊന്ന് വെളിയിലെടുത്താൽ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെയും ഒരു 2 ഉണ്ട്. 2 2s are 4. 5ന് പെയറില്ല, അതുകൊണ്ട് അത് റൂട്ടിനകത്ത് എഴുതുന്നു. അപ്പോൾ എന്ത് വരും, 4 റൂട്ട് 5 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ റൂട്ട് 20. 20 എന്ന് പറയുന്നത് എന്താണ്, 4 × 5 ആണ് 20. അപ്പം റൂട്ട് 20 എന്ന് പറയുന്നതിനെ നമുക്ക് റൂട്ട് 4 × 5 എന്ന് എഴുതാം. അപ്പോൾ ഈ 4ന് എന്തുണ്ട്, സ്ക്വയർ റൂട്ട് ഉണ്ട്, ദാറ്റ് ഈസ് 2. അപ്പോൾ എന്തെഴുതാം, 2 റൂട്ട് 5 എന്ന് എഴുതാം. 2 റൂട്ട് 5 മൈനസ് 28നെ നമുക്ക് എങ്ങനെ എഴുതാം, 7 × 4 ആണ് 28 അല്ലേ. അപ്പോൾ ഇവിടെ നിന്നും 4നെ നമുക്ക് വെളിയിലെടുക്കാം. അപ്പോൾ എന്ത് വരും, 2 റൂട്ട് 7 എന്ന് വന്നു. ഇനി ഇതാ ഇവിടെ മേളിൽ നിന്ന് എന്ത് ചെയ്യാം, 4 കോമൺ എടുക്കാം. 4 കോമൺ എടുത്താൽ ബാക്കി ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെയുണ്ട്, റൂട്ട് 7 മൈനസ് റൂട്ട് 5. ഡിനോമിനേറ്ററിൽ നിന്ന് 2 കോമൺ എടുക്കാം. ബാക്കി എന്തുണ്ട്, റൂട്ട് 5 മൈനസ് റൂട്ട് 7. അപ്പോൾ ഇവിടെ നോക്കിയേ, ന്യൂമറേറ്ററിൽ റൂട്ട് 7 മൈനസ് റൂട്ട് 5ഉം ഡിനോമിനേറ്ററിൽ റൂട്ട് 5 മൈനസ് റൂട്ട് 7ഉമാണ്. ഇത് ഒരേപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, കട്ട് ചെയ്ത് കളയായിരുന്നു അല്ലേ. അപ്പം ഇതിനെ തിരിച്ചെഴുതണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. റൂട്ട് 7 മൈനസ് റൂട്ട് 5നെ റൂട്ട് 5 മൈനസ് റൂട്ട് 7 ആക്കണേ എന്ത് ചെയ്യണം, ഒരു മൈനസ് സൈൻ വെളിയിൽ കൊടുത്തിട്ട് നമുക്ക് ബ്രാക്കറ്റിന് വെളിയിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് തിരിച്ചെഴുതാം. അപ്പം മൈനസ് ഞാൻ വെളിയിലെടുത്തു. ഇനി ബ്രാക്കറ്റിനകത്ത് എന്ത് വരും, റൂട്ട് 5 മൈനസ് റൂട്ട് 7 എന്ന് വരും. ബൈ 2 × റൂട്ട് 5 മൈനസ് റൂട്ട് 7. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്നതിനെ നിങ്ങൾക്ക് തിരിച്ചെഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു മൈനസ് സൈൻ ബ്രാക്കറ്റിന് വെളിയിൽ കൊടുത്താൽ മതി കേട്ടോ. ബ്രാക്കറ്റിന് വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ തിരിച്ചെഴുതാൻ സാധിക്കും. അപ്പോൾ സൈന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇവിടെ റൂട്ട് 7 എന്താണ്, പോസിറ്റീവാണ്, റൂട്ട് 5 നെഗറ്റീവുമാണ്. അപ്പോൾ ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും, മൈനസ് കൊണ്ട് റൂട്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് റൂട്ട് 5. വാല്യൂവിന് ചേഞ്ച് വന്നില്ലല്ലോ. അടുത്ത മൈനസ് കൊണ്ട് മൈനസ് റൂട്ട് 7നെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് കൊണ്ട് മൈനസ് റൂട്ട് 7നെ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് റൂട്ട് 7. ഇവിടെ റൂട്ട് 7ൻ്റെ സൈൻ എന്തായിരുന്നു, പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. സൈനിന് ചേഞ്ച് ഒന്നും വരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് തമ്മിൽ എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഇനി നെഗറ്റീവ് 4/2 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 4ഉം 2ഉം കൂടെ കട്ട് ചെയ്താൽ 2/1. 2/1 ഈസ് 2. അപ്പം നെഗറ്റീവ് 2 ഈസ് ദി ആൻസർ. ഇങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയിട്ട് പെയറായിട്ട് വരുന്നതിൽ നിന്ന് ഒന്ന് വെളിയിലെടുക്കുക. പെയർ ഇല്ലാത്തതിനെ റൂട്ടിനകത്ത് എഴുതുക കേട്ടോ. ചെറിയ ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കിതായി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട്
പെർഫെക്റ്റ് സ്ക്വയർ ഉള്ളതിൽ നിന്ന് അതിനെ നമുക്ക് വെളിയിലെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോർത്ത് റൂട്ട് 81⁻². അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ പവർ 2 ആണ്. അപ്പോൾ 81നെ നമ്മൾ പവർ 2 ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ എഴുതണം. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? എന്നിട്ട് നമുക്ക് ഈ ഫോർത്ത് റൂട്ടിനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫോർത്ത് റൂട്ട് 81 എന്ന് പറയുന്നത് എന്താണ്? 9 സ്ക്വയർ ആണ് 81. അപ്പോൾ നമുക്ക് 81 പകരം ഞാനിവിടെ 9 സ്ക്വയർ എന്ന് എഴുതി. ദ ഹോൾ റൈസ് ടു -2. ഇതെന്ത് വരും? ഇതിപ്പോൾ ഏത് ഫോമിലാണ്? a⁻m ദ ഹോൾ റൈസ് ടു n-ൻ്റെ ഫോമിലാണ്. ദാറ്റ് ഈസ് a⁻mn. അപ്പോൾ ഇതിനെ എന്തെഴുതാം? ഫോർത്ത് റൂട്ട് a⁻mn. ദാറ്റ് മീൻസ് 9⁻2 × -2 is equal to fourth root 9⁻⁻4. ഇനി ഈ ഫോർത്ത് റൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ nth റൂട്ട് a എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? a⁻1/n ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് റൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? എയ്ക്ക് പകരം നമുക്ക് 9⁻⁻4 എടുക്കാം. അപ്പം 9⁻⁻4 ദ ഹോൾ റൈസ് ടു 1/n, ദാറ്റ് ഈസ് 1/4. ഇത് വീണ്ടും ഏത് ഫോമിലായി? a⁻m ദി ഹോൾ റൈസ് ടു n-ൻ്റെ ഫോമിലായി. ദാറ്റ് ഈസ് a⁻mn. അപ്പം 9⁻⁻4 × 1/4. 4ഉം 4ഉം കട്ടായി. 9⁻⁻1. 9⁻⁻1 എന്താ? 1/9. 1/9 ഈസ് ദി ആൻസർ.